ഷെർലക് ഹോംസ് സ്റ്റോറി ആൾമാറാട്ട കഥ ഭാഗം 3. ഞാനിനി വീണ്ടും അദ്ദേഹത്തെ കാണില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഇല്ലെന്ന് ഞാൻ ഭയക്കുന്നു, ഹോംസ് പറഞ്ഞു. എങ്കിൽ അയാൾക്ക് എന്ത് സംഭവിച്ചിരിക്കും? നിങ്ങൾ ആ ചോദ്യം എനിക്ക് വിടൂ. കുറഞ്ഞ വാക്കുകളിൽ എനിക്ക് അയാളുടെ വ്യക്തമായ ഒരു വിവരണം വേണം. എനിക്ക് തരാവുന്ന കത്തുകളുണ്ടെങ്കിൽ അതും, ഹോംസ് പറഞ്ഞു. കഴിഞ്ഞ ശനിയാഴ്ചത്തെ ക്രോണിക്കിളിൽ ഞാൻ പരസ്യം കൊടുത്തിരുന്നു, അവൾ പറഞ്ഞു. ഇതാ ആ കുറിപ്പ്, ഇതാ അദ്ദേഹത്തിൽ നിന്നുള്ള 4 കത്തുകളും. നന്ദി. നിങ്ങളുടെ വിലാസമോ? 31 ലിയോൺ പ്ലേസ്, കേംബർ വാൾ. മിസ്റ്റർ ഏഞ്ചലിൻ്റെ മേൽവിലാസം നിങ്ങൾക്കറിയില്ലായിരുന്നുവെന്ന് ഞാൻ ധരിക്കട്ടെ. നിങ്ങളുടെ അച്ഛൻ്റെ ജോലിസ്ഥലം എവിടെയാണ്? ഫെൻചർച്ച് സ്ട്രീറ്റിലെ പ്രസിദ്ധ വീഞ്ഞിറക്കുമതിക്കാരനായ വെസ്റ്റ് ഹൗസ് ആൻഡ് മാർക്ക് ബാങ്കിനു വേണ്ടി യാത്ര ചെയ്യുകയാണ് അച്ഛൻ. നന്ദി. നിങ്ങൾ വിവരങ്ങൾ വ്യക്തമായി തന്നിരിക്കുന്നു. നിങ്ങളുടെ കടലാസുകൾ ഇവിടെ തന്നേക്കൂ. ഞാൻ തന്ന ഉപദേശം മറക്കരുത്. എല്ലാ സംഭവങ്ങളും ഒരു മുദ്ര പതിച്ച പുസ്തകമായിരിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തെ അത് ബാധിക്കാനിടയാക്കരുത്. മിസ്റ്റർ ഹോംസ്, നിങ്ങൾ ദയാലുവാണ്. പക്ഷേ എനിക്കത് ചെയ്യാൻ ഒക്കില്ല. ഞാൻ ഹോസ്മറോട് വിശ്വസ്തയായിരിക്കും. അദ്ദേഹം തിരിച്ചെത്തുമ്പോൾ ഞാൻ തയ്യാറായിരിക്കും. അസാധാരണമായ തൊപ്പിയും ചൈതന്യം കെട്ട മുഖവുമാണ് ഞങ്ങളുടെ സന്ദർശകയ്ക്കുണ്ടായിരുന്നതെങ്കിലും അവളിലെ ഏതോ ഒരു മാന്യത ഞങ്ങളുടെ ആദരവ് പിടിച്ചുപറ്റി. ചെറിയ കടലാസ് കെട്ടുകൾ മേശപ്പുറത്തിട്ടിട്ട് ഇനി ആവശ്യപ്പെട്ട് വിളിക്കുമ്പോൾ വരാമെന്ന ഉറപ്പിന്മേൽ അവൾ പോയി. കുറച്ചു നേരത്തേക്ക് ഷെർലക് ഹോംസ് നിശബ്ദനായിരുന്നു. കൈവിരലിൻ്റെ അഗ്രം കൂട്ടിപ്പിടിച്ചും കാലുകൾ മുമ്പിലേക്ക് നീട്ടിവെച്ചും നോട്ടം മുകളിലെ മച്ചിൽ തറപ്പിച്ചുകൊണ്ടും പിന്നെ അലമാരയിൽ നിന്നും എണ്ണയാർന്ന പഴയ പൈപ്പ് എടുത്തു. അത് കത്തിച്ച ശേഷം കനത്തു നീലിച്ച പുകച്ചുരുൾ ഉയർത്തിവിട്ടുകൊണ്ട് അദ്ദേഹം കസേരയിലേക്ക് ചാഞ്ഞു. അപ്പോൾ ആ മുഖത്ത് അനന്തമായ മ്ലാനത കാണാനുണ്ടായിരുന്നു. ആ പെണ്ണ് തികച്ചും രസകരമായ പഠനവസ്തുവാണ്, അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അവളുടെ ചെറിയ പ്രശ്നത്തേക്കാൾ അവളിലാണ് എനിക്ക് താല്പര്യം തോന്നിയത്. ഇടയ്ക്ക് പറയട്ടെ, ആ പ്രശ്നം ആവർത്തന വിരസമായ ഒന്നാണ്. തത്തുല്യമായ പല കേസുകൾ നിങ്ങൾക്ക് കാണാം. എൻ്റെ വിഷയസൂചി പരിശോധിച്ചാൽ 77-ലെ ആൻഡോവർ കേസിലും കഴിഞ്ഞ കൊല്ലം ഹേഗിലും ഏതാണ്ട് ഇതുപോലെയുള്ളതുണ്ടായതായി കാണാം. ആശയം പഴയതാണെങ്കിലും പുതിയതായി തോന്നിയ 1-2 വിവരങ്ങൾ ഇതിൽ കണ്ടു. എന്നാൽ ആ യുവതി തന്നെ വേണ്ടത്ര വിവരം നൽകുന്നവളാണ്. എനിക്ക് കാണാൻ കഴിയാതിരുന്ന വളരെ കാര്യങ്ങൾ നിങ്ങൾ അവളിൽ കണ്ടതായി തോന്നുന്നുവല്ലോ, ഞാൻ അഭിപ്രായപ്പെട്ടു. കാണാൻ കഴിയാത്തതല്ല, പക്ഷേ ശ്രദ്ധിക്കാതിരുന്നതാണ് വാട്സൺ. എവിടെയാണ് നോക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതിനാൽ പ്രധാനപ്പെട്ടതെല്ലാം നിങ്ങൾ വിട്ടുപോയി. കുപ്പായക്കൈയുടെ പ്രാധാന്യത്തെക്കുറിച്ചും തള്ളവിരൽ നഖത്തിൻ്റെ സൂചനയെക്കുറിച്ചും ചെരുപ്പിൻ്റെ വള്ളിയിൽ നിന്ന് വ്യക്തമാകുന്ന വലിയ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളെ ഒരിക്കലും പഠിപ്പിക്കാൻ എനിക്കാവില്ല. ആ സ്ത്രീയുടെ പ്രകൃതിയിൽ നിന്നും നിങ്ങൾക്ക് എന്ത് തോന്നി? പറയൂ വാട്സൺ. അവൾക്ക് സ്ലേറ്റ് കല്ല് നിറമുള്ള വലിയ അരികുള്ള വൈക്കോൽ തൊപ്പിയുണ്ട്. അതിൽ ഇഷ്ടിക നിറമുള്ള തൂവലും. അവളുടെ കറുത്ത ജാക്കറ്റിൽ കറുത്ത മുത്തുകൾ തുന്നിച്ചേർത്തിട്ടുണ്ട്. അല്പം കുറച്ച് ആഭരണങ്ങളും. കാപ്പിപ്പൊടിയേക്കാൾ ഇരുണ്ട തവിട്ടാണ് അവളുടെ വസ്ത്രം. അല്പം ഒരു നിറം കഴുത്തിലും കൈകളിലുമുണ്ട്. അവളുടെ കയ്യുറകൾക്ക് തവിട്ട് നിറമാണ്. വലത്തെ ചൂണ്ടുവിരലിൻ്റെ ഭാഗത്തായി അവ ദ്രവിച്ചിരുന്നു. അവളുടെ ബൂട്ടുകൾ ഞാൻ നോക്കിയില്ല. കാതിൽ ചെറിയ സ്വർണവളയങ്ങൾ ഉണ്ടായിരുന്നു. സാമാന്യം നന്നായി കഴിയാനൊക്കുന്ന സുഖകരമായ അലസമായ ചുറ്റുപാടുള്ളവളാണെന്ന് തോന്നുന്നു. മൃദുവായി കൈയടിച്ചുകൊണ്ട് ഷെർലക് ഹോംസ് അമർത്തിച്ചിരിച്ചു. വാട്സൺ, തീർച്ചയായും നിങ്ങൾ അത്ഭുതകരമാം വണ്ണം അടുത്തു വരുന്നുണ്ട്. സത്യത്തിൽ നിങ്ങൾ നന്നായി ചെയ്തിരിക്കുന്നു. പ്രധാനപ്പെട്ടവയെല്ലാം നിങ്ങൾ വിട്ടിരിക്കുന്നു എന്നത് സത്യമാണ്. എന്നാലും നിങ്ങൾക്ക് ആ മാർഗം പിടികിട്ടിയിരിക്കുന്നു. നിറങ്ങളിൽ നിങ്ങൾക്ക് നല്ല കണ്ണുണ്ട്. സാമാന്യ ധാരണകൾ വിശ്വസിക്കരുതെൻ്റെ കുഞ്ഞേ. വിശദാംശങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എൻ്റെ ആദ്യ നോട്ടം എപ്പോഴും ഒരു പെണ്ണിൻ്റെ ചട്ടക്കൈയിലായിരിക്കും. ഒരു പുരുഷനിൽ അയാളുടെ ട്രൗസറിൻ്റെ മുട്ട് എടുക്കുകയായിരിക്കും നല്ലത്. നിങ്ങൾ ശ്രദ്ധിച്ചതുപോലെ ആ യുവതിയുടെ ചട്ടയുടെ കയ്യിൽ ഇഴയടുക്കുള്ള മൃദുശിലയുണ്ടായിരുന്നു. സൂചന നൽകാൻ അവ വളരെ ഉപകാരപ്രദമാണ്. മണിബന്ധത്തിനല്പം മുകളിലായി 2 വരകൾ പോലെ പാടുകൾ കണ്ടത് മേശയ്ക്കുമേൽ ടൈപ്പിങ്ങിന് കൈകൾ അമർത്തുന്നതിനാൽ ഉണ്ടാകുന്നതാണെന്ന് വ്യക്തമായി മനസ്സിലാക്കാം. കൈകൊണ്ട് പ്രവർത്തിക്കുന്ന തയ്യൽ യന്ത്രവും അതുപോലെ തന്നെ പാടുണ്ടാക്കും. പക്ഷേ ഇടത്തെ കൈയിൽ മാത്രം
വിരലിൻ്റെ അറ്റത്ത് നിന്നും അകലെയായി വശത്തായി ഇതേ ഭാഗത്ത് തന്നെ പെരുവിരലിൻ്റെ വശത്ത് വീതി കൂടിയ വശത്ത് കുറുകെയാണ് ടൈപ്പിസ്റ്റിൻ്റെ കയ്യിൽ പാടുണ്ടാവുക. ഞാൻ അവളുടെ മുഖത്ത് നോക്കി. മൂക്കിൻ്റെ ഇരുവശത്തുമായി കണ്ണടയുടെ പാട് കണ്ടതിനാൽ ഷോർട്ട് സൈറ്റ് ഉണ്ടെന്നും കണ്ടു. ഇക്കാര്യങ്ങൾ പറഞ്ഞത് അവളെ അത്ഭുതപ്പെടുത്തി. അതെന്നെയും അത്ഭുതപ്പെടുത്തി, വാട്സൺ പറഞ്ഞു. പക്ഷേ അത് തീർച്ചയായും വ്യക്തമായിരുന്നു. അധികവും ഞാൻ അത് നോക്കി അത്ഭുതപ്പെടുകയും രസിക്കുകയുമായിരുന്നു. അവൾ ധരിച്ചിരുന്ന ബൂട്ടുകൾ രണ്ടും ഒരേപോലെയുള്ളതായിരുന്നില്ല. അവ അസാധാരണങ്ങളായിരുന്നു. ഓരോന്നും ഒറ്റപ്പെട്ട രീതിയിലാണ്. ഒന്നിൻ്റെ വിരലഗ്രം അല്പം അലങ്കരിച്ചിരുന്നു, മറ്റേത് സാധാരണവും. ഒന്നിൽ 2 ബട്ടണുകളെ ഇട്ടിരുന്നുള്ളൂ, മറ്റേതിൽ 3. വൃത്തിയായി വേഷം ധരിച്ച് നടക്കുന്ന ഒരു യുവതി പകുതി ബട്ടണിട്ട് വിചിത്ര രീതിയിൽ ബൂട്ട് ധരിച്ചു കാണുമ്പോൾ അവൾ വീട്ടിൽ നിന്നും ധൃതിയിലാണ് വന്നതെന്ന് പറയാൻ അധികം അനുമാനിക്കേണ്ട. പിന്നെ എന്തുണ്ട്? എൻ്റെ സ്നേഹിതൻ്റെ തീക്ഷ്ണമായ വാദം കേട്ട് സാധാരണ എന്നതുപോലെ വളരെ താല്പര്യത്തോടെ ഞാൻ ചോദിച്ചു. പോരുന്ന സമയത്ത് അവൾ ഒരു കുറിപ്പ് എഴുതിയിരുന്നുവെന്ന് ഞാൻ കണ്ടു. പക്ഷേ ശരിക്കും വേഷം ധരിച്ച ശേഷമാണത് ചെയ്തത്. അവളുടെ വലത് കയ്യുറ ചൂണ്ടുവിരലിൻ്റെ അറ്റത്തായി മുറിഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു. എന്നാൽ 2 കയ്യുറകളിലും വിരലിലും വയലറ്റ് മഷി പറ്റിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല. അവൾ വളരെ തിടുക്കത്തിലാണ് എഴുതിയത്. പേന വളരെ ആഴത്തിൽ മഷിയിൽ മുക്കി. അത് ഇന്ന് രാവിലെ ആയിരുന്നിരിക്കാം. അല്ലെന്ന് വരികിൽ ആ പാട് അത്ര വ്യക്തമായി വിരലിൽ കിടക്കുകയില്ലായിരുന്നു. പ്രാഥമികമാണെങ്കിലും ഇതെല്ലാം രസകരമാണ്. പക്ഷേ എനിക്ക് കാര്യത്തിലേക്ക് കടക്കണമല്ലോ. വാട്സൺ, മിസ്റ്റർ ഹോസ്മർ ഏഞ്ചലിനെ കുറിച്ചുള്ള പരസ്യം നിങ്ങളൊന്ന് വായിക്കൂ. അച്ചടിച്ച ആ ചെറിയ കുറിപ്പ് ഞാൻ വെളിച്ചത്തിന് നേരെ പിടിച്ചു. കാണാതായി 14-ാം തീയതി രാവിലെ ഹോസ്മർ ഏഞ്ചൽ എന്നു പേരുള്ള മാന്യനെ, ഏതാണ്ട് 5 അടി 7 ഇഞ്ച് പൊക്കം, കരുത്തുറ്റ ശരീരം, വിളറിയ നിറം, കറുത്ത തലമുടി, നടുക്കായി അല്പം കഷണ്ടി, കരുത്തുറ്റ കൃതാവുകളും മീശയും, നേർത്ത നിറമുള്ള കണ്ണട, സംസാരത്തിൽ അല്പം വൈകല്യം. അവസാനം കണ്ടപ്പോൾ ധരിച്ചിരുന്നത് സിൽക്ക് കൊണ്ട് മുൻഭാഗം തുന്നിയിട്ടുള്ള കറുത്ത കോട്ടാണ്. കറുത്ത മാർച്ചട്ടയും സ്വർണ്ണ ആൽബർട്ടും ചെയിനും, ഹാരിസ് ഡ്യൂഡ് ട്രൗസറുകളും, ഇലാസ്റ്റിക് വശങ്ങളുള്ള ബൂട്ടുകളിൽ തവിട്ട് കാലുറകളും, ലെഡൻ ഹാൾ സ്ട്രീറ്റിലെ ഒരു ഓഫീസിൽ ജോലി ഉണ്ടായിരുന്നതായി അറിയുന്നു, ഇത്യാദി. അത് മതി, ഹോംസ് പറഞ്ഞു. ആ എഴുത്തുകളെ സംബന്ധിച്ചിടത്തോളം അവയിൽ നോക്കി അദ്ദേഹം തുടർന്നു. അവ സാധാരണമാണ്. മിസ്റ്റർ ഏഞ്ചലിനെ കുറിച്ചൊരു സൂചന പോലുമില്ല. എന്തായാലും ശ്രദ്ധേയമായ കാര്യമുള്ളത് നിങ്ങളെ ആകർഷിക്കുമെന്നതിൽ സംശയമില്ല. അവ ടൈപ്പ് ചെയ്തിരിക്കുന്നു, ഞാൻ പറഞ്ഞു. അത് തന്നെയല്ലേ, ഒപ്പുപോലും ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. നോക്കൂ, ആ അടിയിലെ വൃത്തിയായ ചെറിയ ഹോസ്മർ ഏഞ്ചൽ. അവിടെ ഒരു തീയതി നിങ്ങൾ കാണുന്നില്ലേ? പക്ഷേ തിരുത്തെഴുത്തോ വിലാസമോ ഒന്നുമില്ല. പ്രയേണെ അവ്യക്തമായി ലെഡൻ ഹാൾ സ്ട്രീറ്റ് എന്ന് മാത്രം. ഒപ്പിനെക്കുറിച്ചുള്ള ആ കാര്യം വളരെ അർത്ഥവത്താണ്. സത്യത്തിൽ നമുക്കതിനെ നിർണായകമെന്ന് വിളിക്കാം. എന്തിൻ്റെ? എൻ്റെ പ്രിയ സുഹൃത്തെ, ഈ കേസിൽ അതിന് എത്ര ശക്തിയായ സ്ഥാനമുണ്ടെന്ന് നിങ്ങൾ കാണുന്നില്ലേ? ഉണ്ടെന്നെനിക്ക് പറയാതെ വയ്യ. വാക്കുമാറ്റത്തിന് അയാളെ വിസ്തരിക്കുമ്പോൾ ഒപ്പ് നിഷേധിക്കാൻ അയാൾ ആഗ്രഹിച്ചിരുന്നില്ലെങ്കിൽ? ഇല്ല, അതായിരുന്നില്ല കാര്യം. എന്തായിരുന്നാലും ഞാൻ 2 കത്തുകൾ എഴുതാം. അവ ഈ കാര്യം തീർക്കും. ഒന്ന് പട്ടണത്തിലെ ഒരു സ്ഥാപനത്തിനാണ്, മറ്റേത് ഈ യുവതിയുടെ രണ്ടാനച്ഛനായ മിസ്റ്റർ വിൻഡിബാങ്കിന്. നാളെ 6 മണിക്ക് ഇവിടെ നമ്മളെ കാണാനൊക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട്. പുരുഷ ബന്ധുക്കളോടുള്ള ഇടപാട് നാം നടത്തുന്നതാണല്ലോ അതിൻ്റെ ശരി. അപ്പോൾ ഡോക്ടർ, ആ കത്തുകൾക്ക് മറുപടി വരും വരെ നമുക്കൊന്നും ചെയ്യാനില്ല. അതിനാൽ നമ്മുടെ ചെറിയ പ്രശ്നം നമുക്ക് ഇടക്കാലത്തേക്ക് ഷെൽഫിൽ വയ്ക്കാം. പ്രശ്നം കൈകാര്യം ചെയ്ത സരളമായ രീതിയിൽ അദ്ദേഹത്തിന് ദൃഢമായ വിശ്വാസമുണ്ടായിരുന്നതിനാൽ എൻ്റെ സുഹൃത്തിൻ്റെ ഗഹനമായ ചിന്താശക്തിയിലും കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിനുള്ള അസാധാരണമായ ശക്തിയിലും വിശ്വസിക്കാൻ ധാരാളം ന്യായങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ബൊഹീമിയൻ രാജാവിൻ്റെയും ഐറീൻ അഡ്ലറുടെയും ഫോട്ടോയുടെ കാര്യത്തിൽ ഒരിക്കൽ മാത്രമേ അദ്ദേഹം തോറ്റതായി ഞാൻ കണ്ടിട്ടുള്ളൂ. എന്നാൽ ആ കുഴഞ്ഞ 4 ചിഹ്നത്തിൻ്റെ കാര്യവും ചോരക്കളവുമായി ബന്ധപ്പെട്ട അസാധാരണമായ സാഹചര്യവും ഓർത്തപ്പോൾ അദ്ദേഹത്തിന് അഴിക്കാൻ വയ്യാത്തതാണെങ്കിൽ അത് അസാധാരണമായ കുരുക്കായിരിക്കുമെന്നെനിക്ക് തോന്നി. അടുത്ത ദിവസം വൈകുന്നേരം വീണ്ടും ചെല്ലുമ്പോൾ
മിസ് മേരി സദർലാൻഡിൻ്റെ കാണാതായ വരനെ കണ്ടുപിടിക്കാനുള്ള എല്ലാ തെളിവുകളോടും കൂടിയാവും അദ്ദേഹം എന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് കറുത്ത മൺപൈപ്പ് വലിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ വിട്ട് ഞാൻ പോന്നു.